കല്ലടയാറിന് കുറുകെയുള്ള പുനലൂരിലെ വലിയ പാലത്തിൽ സർക്കാരിൻ്റെ പുത്തൻ പദ്ധതി കണ്ട് ആരും ഞെട്ടേണ്ട. പാലത്തിലൂടെ പോകുന്നവർക്കൊരു തണലേകാനാകും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും ദേശീയപാത അതോറിറ്റിയും ചേർന്ന് മത്സരിച്ച പാലത്തിൽ ആൽമരങ്ങൾ വളർത്തുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കല്ലടയാറിന് കുറുകെയുള്ള പുനലൂർ വലിയ പാലത്തിൻ്റെ വശങ്ങളിലെ ആൽമരങ്ങൾ മുറിച്ചു നീക്കാൻ പണം അനുവദിച്ചിട്ടും ഇതിനുള്ള അന്തിമാനുമതി ലഭിക്കുന്നില്ല എന്നതാണ് വകുപ്പ് മേധാവികളുടെ വിശദീകരണം. ഇത് കാരണം മരങ്ങൾ നീക്കം ചെയ്യുന്നതും വൈകുകയാണ്. ദേശീയപാത അതോറിറ്റിയാണ് അനുമതി നൽകേണ്ടത്. ആൽമരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2.30 ലക്ഷം രൂപ അനുവദിച്ചതുമാണ്. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇതിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. എന്നാൽ അന്തിമ അനുമതി ലഭിക്കാത്തതിനാൽ ടെൻഡർ തുറന്നു പരിശോധിക്കാനോ കരാർ നൽകാനോ കഴിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഇനി പാലത്തിലെ കാഴ്ചകൾ വിശദമായി കാണുക. പാലത്തിൻ്റെ ബീമുകൾക്കും സ്പാനുകൾക്കുമിടയിലാണ് ആൽമരങ്ങൾ വളർന്നു നിൽക്കുന്നത്. കൈവരികളും വൈദ്യുതി വിളക്കുകളുടെ തൂണുകളും വള്ളിപ്പടർപ്പുകൾ കൈയടക്കി കഴിഞ്ഞു. ആൽമരങ്ങൾ പലതും വളർന്ന ആറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ദേശീയപാതയുടെ വശങ്ങളിൽ അപകടനിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് 8 ലക്ഷവും പാതയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 71 ലക്ഷവും ഉടൻ അനുവദിക്കാമെന്ന പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പും പിന്നീട് വെളിച്ചം കണ്ടില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതികൾക്കൊന്നും ഒരു തുടർ പ്രവർത്തനങ്ങളും ഉണ്ടായില്ല. 50 വർഷത്തോളം പഴക്കമുള്ള പാലം 10 വർഷം മുമ്പ് 1 കോടി രൂപ ചിലവഴിച്ച ജാക്കറ്റിംഗ് നടത്തി ബലപ്പെടുത്തിയെങ്കിലും മരങ്ങളുടെ വേരുകൾ വളരുന്നത് ആശങ്ക വളർത്തുന്നതാണ്. ഇത് കാരണം പാലത്തിന് ബലക്ഷയമുണ്ടായി ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്നാൽ പുനലൂർ കടക്കാൻ നിലവിൽ മറ്റൊരു മാർഗവുമില്ല. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കല്ലടയാറിന് കുറുകെ 6ലധികം പാലങ്ങളുള്ളപ്പോൾ പുനലൂർ നിയോജക മണ്ഡലത്തിലുള്ള ഏക പാലമാണിത്. മഴക്കാലത്തിന് മുന്നോടിയായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ പോലും ആൽമരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ആൽമരം വളർന്ന പാലത്തിന് നാശം സംഭവിച്ചാലും ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല എന്നതാണ് സത്യാവസ്ഥ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.